മറ്റൊരാളെ പോലെ എന്ന് പറഞ്ഞില്ലേ, അതാരെ പോലെയാ? എനിക്ക് മനസ്സിലായില്ല. അതുകൂടി ഒന്ന് വ്യക്തമായി പറയാമോ? അതിൽ അവ്യക്തത ഒന്നുമില്ല ഡോക്ടർ. ഞാനായി തന്നെയാണ് പെരുമാറുന്നത്. പക്ഷേ അത് മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ മറ്റാരോ ആണെന്നുള്ള തോന്നലുളവാക്കുന്നു. അത്രയുള്ളൂ. യെസ് ഡോക്ടർ, ഞാനായി തന്നെയാണ് ഞാൻ പെരുമാറുന്നത്. ഒരു കാലത്ത് ഞാൻ എങ്ങനെയായിരുന്നോ അങ്ങനെ തന്നെ. സത്യം പറഞ്ഞാൽ ഞാനല്ലാതെ പെരുമാറിയത് രവി സാർ എന്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുൻപാണ്. ശ്രീലക്ഷ്മി, നമ്മുടെ പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുമ്പോഴാണല്ലോ ആളുകൾക്ക് വ്യത്യാസം മനസ്സിലാവുന്നത്. ഇപ്പോ ശ്രീലക്ഷ്മി പറഞ്ഞു, ഒരു കാലത്ത് എങ്ങനെയാണോ പെരുമാറിയിരുന്നത് അതുപോലെയാണ് ഇപ്പോഴും പെരുമാറുന്നതെന്ന്. ശ്രീലക്ഷ്മി ചെറുപ്പത്തിലോ അല്ലെങ്കിൽ അതിനുശേഷമോ എപ്പോഴെങ്കിലും ശ്രീലക്ഷ്മിയുടെ സംസാര രീതിയിലോ പെരുമാറ്റത്തിലോ എന്തെങ്കിലും വ്യത്യാസം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടോ? ലൈക്ക് ഏതെങ്കിലും സിനിമാ താരങ്ങളെ അനുകരിക്കാനോ ഇഷ്ടമുള്ള ആളുകളുടെ വ്യക്തിത്വത്തെ അനുകരിക്കാൻ ശ്രമിക്കുകയോ അതുവഴി ശ്രീലക്ഷ്മിക്ക് മാറ്റമുണ്ടാവുകയോ മറ്റോ ചെയ്തിട്ടുണ്ടോ? നോ ഡോക്ടർ, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എന്തിനാണ് ശ്രീലക്ഷ്മി സംസാരത്തിനിടയിൽ മുമ്പെന്നോ പെരുമാറിയതുപോലെ പെരുമാറിയപ്പോഴാണ് തെറ്റിദ്ധരിക്കപ്പെട്ടതെന്ന് പറഞ്ഞത്? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞത് ഞാൻ ആരെയും അനുകരിക്കാൻ ശ്രമിച്ചെന്നല്ല. ഞാൻ എപ്പോഴും ഞാൻ തന്നെയാണ്. ഞാനായി തന്നെയാണ് ഞാൻ പെരുമാറുന്നത്. ഇപ്പോ സംസാരിക്കുന്നത് അതുപോലെ തന്നെയാണ്. ഓക്കെ, ഐ എഗ്രി. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു സംശയമുണ്ട്. എന്തുകൊണ്ടായിരിക്കാം രവി സാറിന് ശ്രീലക്ഷ്മിയുടെ പെരുമാറ്റങ്ങൾ മരണപ്പെട്ടു പോയ അദ്ദേഹത്തിന്റെ മുൻ ഭാര്യ രാജനന്ദിനിയുടെ സ്വഭാവവുമായി സാദൃശ്യം തോന്നിയത്? അതിന് കാരണം ഞാൻ തന്നെയാണ്. ആ കാരണമാണ് എനിക്കറിയേണ്ടത്. എന്താണ് ആ കാരണം? പറയൂ ശ്രീലക്ഷ്മി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വേറെ ആരെയും പോലെ അല്ല, ഞാനായി തന്നെയാണ് ബിഹേവ് ചെയ്യുന്നത്. അങ്ങനെയല്ലല്ലോ ശ്രീലക്ഷ്മി എന്നോട് പറഞ്ഞത്. അത് ഡോക്ടറിന് തോന്നിയതാ. വേറൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഉദ്ദേശിക്കുകയും ചെയ്തു, എന്നോടങ്ങനെ പറയുകയും ചെയ്തു. ഇല്ല, ഞാൻ പറഞ്ഞില്ല. പറഞ്ഞു. ശ്രീലക്ഷ്മി ആ പറഞ്ഞത് തന്നെയാണ് എല്ലാവരും പറയുന്നത്. അവർക്കാർക്കും ഞാൻ ആരാണെന്ന് അറിയാത്തതുകൊണ്ട് അങ്ങനെ പറയുന്നേ. ശ്രീലക്ഷ്മി ആരാണെന്ന് സ്വന്തം ഭർത്താവിന് അറിയില്ലേ? എന്റെ ഭർത്താവിനെന്നല്ല, ആർക്കും അറിയില്ല. യു ആർ കിഡിങ് ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി ആരാണെന്നറിയാതെ രവി സാർ താങ്കളെ വിവാഹം ചെയ്യുമോ? അവരുടെ ഫാമിലിയിൽ എല്ലാവരോടും ഒത്ത് ഒരുമിച്ച് കഴിയാൻ പറ്റുമോ? ഞാൻ ആരാണെന്ന് എനിക്ക് മാത്രമേ അറിയൂ. പറഞ്ഞാലും ആർക്കും മനസ്സിലാവാൻ പോകുന്നില്ല. അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. രവി സാറിന്റെ ജീവിതത്തിൽ ഇപ്പോൾ അദ്ദേഹം പ്രണയിച്ച് വിവാഹം കഴിച്ച ശ്രീലക്ഷ്മിയായിട്ടല്ല താങ്കൾ ജീവിക്കുന്നത്, മറ്റൊരാളായിട്ടാണ്. ഇല്ല, അങ്ങനെയൊന്നുമില്ല. അതൊക്കെ വെറുതെ തോന്നതാ. തോന്നലല്ല, ഞാൻ പറഞ്ഞത് വാസ്തവമാണ്. ശ്രീലക്ഷ്മിക്ക് ശ്രീലക്ഷ്മിയായി തന്നെ പെരുമാറാൻ സാധിക്കുന്നില്ല. പകരം മറ്റൊരാളെപ്പോലെയാകാൻ ശ്രമിക്കുന്നു. ആര് പറഞ്ഞു? ഞാൻ പറയുന്നു. ഞാനായി തന്നെയാ പെരുമാറുന്നത്. അല്ല. അതെ അതെ അതെ. സോറി. ശ്രീലക്ഷ്മിക്ക് ദേഷ്യം വന്നെന്ന് തോന്നുന്നു. തെറ്റെന്റേതാണ്. ശ്രീലക്ഷ്മി വെള്ളം കുടിക്കേ. ശ്രീലക്ഷ്മി പറഞ്ഞ കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോ ഞാനൊന്ന് തർക്കിച്ചുവെന്ന് മാത്രമേ ഉള്ളൂ. ആവശ്യമില്ലാതെ ദേഷ്യപ്പെട്ട് പ്രശ്നം ഞാൻ വലുതാക്കുവാണോ ഈശ്വര? എന്താ എനിക്ക് സംഭവിച്ചത്? എനിക്കെന്തേലും പ്രശ്നമുണ്ടോ ഡോക്ടർ? ഏയ്, നത്തിങ്. ശ്രീലക്ഷ്മിക്ക് ഒരു കുഴപ്പമില്ല.
ഇത്രയും സംസാരിച്ചതിനകത്ത് ഞാൻ ഒരു അസുഖവും കാണുന്നില്ല. ജസ്റ്റ് റിലാക്സ്. ശ്രീലക്ഷ്മി ഇരിക്കെ പ്ലീസ്. രവി സാറ്. നമസ്കാരം. നമസ്കാരം സാർ. നമസ്കാരം. സുഖാണോ സാറിന്? സുഖമായിരിക്കുന്നു. എത്ര നാളായി സാറിനെ മോളെയൊക്കെ കണ്ടിട്ട്? നിങ്ങൾക്ക് രണ്ടാൾക്കും സുഖമല്ലേ? സുഖാണ് സാർ. ഗായത്രി അമ്മയും വീട്ടിലുള്ളവരൊക്കെ സുഖമായിരിക്കുന്നു? എല്ലാവരും സുഖമായിരിക്കുന്നു ശ്രീലക്ഷ്മിയുടെ അച്ഛൻ. എല്ലാം എന്താ നിങ്ങളിവിടെ? ഞങ്ങളുടെ കടയിൽ നിന്നാ ഇവിടെ ചായ കൊണ്ടുപോയി കൊടുക്കുന്നത്. ഞാൻ കുറച്ചു മുമ്പ് ഇവിടെ വന്നപ്പോ മോളെ ഇവിടെ കണ്ടിരുന്നു. ചോദിച്ചപ്പോ സാറിനോടൊപ്പം വന്നാണെന്ന് പറഞ്ഞു. ഞാൻ വിളിച്ച് സരോജത്തോട് പറഞ്ഞപ്പോ ഇവക്ക് മോളെ കാണണമെന്ന് വലിയ ആഗ്രഹം. അല്ല സാർ, മോളെവിടെ? അത് പിന്നെ ആക്ച്വലി ഞങ്ങളിവിടെ വന്നത് ശ്രീലക്ഷ്മിയുടെ ഒരു ഫ്രണ്ടിനെ കാണാനാണ്. ഡോക്ടറിനെ പരിചയമുള്ളതുകൊണ്ട് ഞാൻ നേരത്തെ കയറി സംസാരിച്ചെന്നേ ഉള്ളൂ. പക്ഷെ സാർ, മോളെ എന്നോട് പറഞ്ഞത് രവി സാറിന്റെ ഫ്രണ്ടിനെ കാണാനാണ് ഇവിടെ വന്നതെന്നാണല്ലോ. മോള് എന്തിനാ പിന്നെ അങ്ങനെ പറഞ്ഞത്? അത് ശ്രീലക്ഷ്മിയുടെ അച്ഛ, ഞങ്ങളിവിടെ വന്നത് ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടിനെ കാണാനാണ്. സോ ഡോക്ടറിന് ശ്രീലക്ഷ്മിക്ക് നല്ല പരിചയമാണ്. അതാണ് ഞാൻ പെട്ടെന്ന് ശ്രീലക്ഷ്മിയുടെ ഫ്രണ്ടാണെന്ന് പറഞ്ഞത്. അതെയോ? സാർ പെട്ടെന്ന് പറഞ്ഞു കേട്ടപ്പോ ഒരു ഉൾഭയം വന്നു. അതാ ഞാൻ ചോദിച്ചത്. ഭയത്തിന്റെ ആവശ്യമൊന്നുമില്ല ശ്രീലക്ഷ്മിയുടെ അച്ഛൻ. നിങ്ങളെ കാണണമെന്നും നിങ്ങളോടൊപ്പം കഴിയണമെന്നൊക്കെ ശ്രീലക്ഷ്മിക്ക് വലിയ ആഗ്രഹമാണ്. നിങ്ങൾ രണ്ടാളും ഏത് നിമിഷവും വർമ്മം വീടിന്റെ പടിയേറി വരുന്നത് ഞങ്ങളുടെ ആഗ്രഹങ്ങളിൽ ഒരു ആഗ്രഹമായിരുന്നു. എനിക്കറിയായിരുന്നു സാർ, നിലയും വിലയും അത്രത്തോളം എത്തിയില്ലെങ്കിലും വെറും കൈയോടെ കയറി വരാൻ മനസ്സനുവദിച്ചില്ല. ഇനി എന്റെ കയ്യിൽ ബാക്കിയുള്ളത് ആത്മാഭിമാനം മാത്രമേ ഉള്ളൂ. അതൊക്കെ ശ്രീലക്ഷ്മിയുടെ ചില തോന്നലാണ്. അറിയാം സാർ. പക്ഷേ